ഇവള് മുഴുക്ക അഭിനയിക്കുകയാണെന്നുള്ളത് തെളിവാണ്. പിന്നെ ഇന്നലെ ഒരു വീഡിയോ ഇട്ട്, ഇന്നലെ ഈ ചാടി തുള്ളിക്കൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല, നിങ്ങൾ പോയി കേട്ടാൽ മതി. അതിനകത്തും അവർ പറയുന്നുണ്ട്, എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒന്നും അല്ല, എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, എന്റെ എത്രാമത്തെ സ്റ്റേജ് ആണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഈ ഷെഫീന ബീവി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഈ കളിയാക്കിക്കൊണ്ട് ഇരിക്കുന്നത് നമ്മുടെ രേണുസുധീനെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി പുള്ളിക്കാരിയോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുച്ഛം തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻറ്റ്, പുള്ളിക്കാരി ഒരു രേണുസുധി എന്ന് പറഞ്ഞ ഒരാളൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. പുള്ളിക്കാരുടെ രോഗത്തെക്കുറിച്ച് ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു നിങ്ങളോട്. അതായത് അവരുടെ ഇപ്പോൾ ഇവർ ബേസിക്കലി ആ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണുസുധി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ആ രോഗം വെച്ചുകൊണ്ട് പുള്ളിക്കാരി ഫെയിം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന രീതിയിലുള്ള ഒരു ഇതാണ് പുള്ളിക്കാരി ബേസിക്കലി ആ വീഡിയോയിൽ പറയുന്നത്. അത് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ സ്വന്തം രോഗം വന്നു കഴിഞ്ഞ് ഇതേപോലത്തെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവൾ മുതലാക്കാതിരിക്കും, ആ ടൈപ്പ് ഒരു ഭർത്താവാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. അത് നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ഷെഫീന ബീവിയെ പോലത്തെ ശത്രു ആവാതിരിക്കാൻ പ്രാർത്ഥിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്തു കഴിഞ്ഞാലും ആ ശവത്തെ തോണ്ടി തിന്നുന്നത് ടൈപ്പ് ഒരു സ്വഭാവമാണ് പുള്ളിക്കാരി കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ മോശം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയെക്കുറിച്ച്, രേണുസുധി എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നെഗറ്റീവ് ചെയ്യുന്ന കുറേ യൂട്യൂബർമാരുണ്ടായിരുന്നു. അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അസുഖത്തിൻ്റെ ഇത് കണ്ടിട്ട് അവർക്ക് തന്നെ ഒരു ഇതായി അത് ചെയ്യുന്നൊരു അവർക്ക് തന്നെ ഒരു മനസാക്ഷിയിലൊരു ബോധം തോന്നിയിട്ട് അവർ തന്നെ നിർത്തി, കുറേ പേര് നിർത്തി. അപ്പോൾ പുള്ളിക്കാരിയുടെ അസുഖം ഒറിജിനലാണെന്ന് എല്ലാവർക്കും അറിയാം, ജെനുവിനാണെന്ന് അറിയാം. പുള്ളിക്കാരി കയ്യിൽ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കയ്യിൽ ഡ്രിപ്പ് പോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിൽക്കെ ഈ അസുഖം പുള്ളിക്കാരി ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന് പറയുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു തെണ്ടിത്തരം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ രേണുസുധിയെക്കുറിച്ച് ഈ ഒരു ചർച്ചാ വിഷയം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ രേണുസുധി റീസെൻ്റ്ലി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് തൻ്റെ മകൻ എല്ലാവരും കാണാൻ വന്നു, എന്നെ ഈ അസുഖമായിട്ട് റിലേറ്റഡ് എല്ലാവരും എന്നെ കാണാൻ വന്നു, പക്ഷേ എൻ്റെ മോൻ മാത്രം കാണാൻ വന്നില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരുടെ മോൻ, അത് കിച്ചു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, അതായത് അമ്മയെ കാണാൻ പോകാവുന്ന രീതിയിൽ പോയി. ശരിക്കും പറഞ്ഞാൽ രേണുസുധിയെ കാണാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രേണുസുധിയെ കാണാൻ പറ്റില്ല, പുള്ളിക്കാരിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരും വിട്ടു. അത് പുള്ളിക്കാരൻ ഒരു വീഡിയോ ആയിട്ട് പറയുകയും ചെയ്തു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ പുള്ളിക്കാരിയും ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മുടെ അച്ഛൻ നോബൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ അച്ഛൻ, അതായത് ഇവർക്ക് സ്ഥലം കൊടുത്ത്, വീട് വെക്കാൻ സ്ഥലം കൊടുത്ത് അച്ഛൻ എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്ത്, രേണുസുധിയെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നാൽ അച്ഛൻ്റെ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. വളരെ ദുഃഖം തോന്നി, എനിക്ക് അത്ര സങ്കടമുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിങ്ങനെ ഒരാളെ സൈബർ ബുള്ളി ചെയ്താൽ വിട്ടുകൊടുക്കുന്നത്. ഇപ്പം ബലഹീനരെ താങ്ങുവിൻ എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ബലഹീനരെ താങ്ങുവിൻ. അപ്പം ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ ബലഹീനന്റെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തെ പറ്റി ഞാൻ പാടുകയും പ്രസംഗിക്കുകയും ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അച്ഛനുണ്ടായിരുന്ന ബുദ്ധി പോലും ഇവർക്ക് ആർക്കും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഈ അച്ഛൻ നല്ല സെൻസിബിൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് അച്ഛന് വ്യക്തമായി അറിയാം, അതായത് ഇതേപോലത്തെ സാഹചര്യത്തിലല്ല അതായത് ഇവരെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് അച്ഛന് വ്യക്തമായ ബോധമുണ്ട്. അച്ഛൻ നല്ല രീതിയിൽ സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, അതായത് അവരൊരു മോശം അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്തല്ല അവരെക്കുറിച്ച് നെഗറ്റീവ് വർത്താനം പറയുന്നത്. അതായത് അവരുടെ ഒരു വീഡിയോ രേണുസുധീരൻ്റെ ഇപ്പോഴത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതായത് ഭയങ്കരമായിട്ട് മെലിഞ്ഞ് ഈ അസുഖമൊക്കെ വന്നതിന് ശേഷം ഭയങ്കര കീമോ ഒക്കെ ചെയ്തതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരുടെ മുടിയൊക്കെ പോയി ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ കണ്ട രേണുസുധി അല്ല, കംപ്ലീറ്റ്ലി അങ്ങ് മാറിപ്പോയി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് ശരിക്കും നമ്മുടെ മനസ്സാക്ഷിക്കൊരു ഇത് വേണം. അത് ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് മരവിച്ച് പോയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ സ്ഥലം കൊടുത്ത അച്ഛനെക്കുറിച്ച് രേണുസുധി പണ്ട് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണുസുധി ഈ അച്ഛനെതിരെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും രേണുസുധിയും ഇപ്പം നിലവിൽ കുഴപ്പമില്ല, അവർ നല്ല ടേംസിലാണ് ഇപ്പോൾ പോകുന്നത്. അത് നല്ല സന്തോഷം, നല്ല കാര്യമാകട്ടെ. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം? ഇനി കുറേ പേര് പറയുന്നുണ്ട് ഇപ്പോഴും ഇവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ അപ്ലോഡ് ചെയ്യുന്നു. അതായത് ഇവർക്ക് ചിലവിന് കൊടുക്കാൻ വേറെ ആരും ഇല്ല. അതായത് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇവർക്ക് പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്തിനാ കളയുന്നത്? അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ? അതാരും ചിന്തിക്കത്തില്ല. അതായത് ഈ കിച്ചു എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരി കുറേ പേര് വരുന്നുണ്ട്. കിച്ചു എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കുറേ പേര് വരുന്നുണ്ട്. എന്നാൽ ഈ ചെറുക്കൻ ഒന്നുമില്ലാണ്ട് ഇന്ന സമയത്ത് എന്തെങ്കിലും സഹായിക്കാൻ വന്നിട്ടുണ്ടോ ആരെങ്കിലും? അതായത് ഇവരുടെ ഹസ്ബൻഡ് മരിച്ചു കിടക്കുന്ന സമയത്ത്, അതായത് ഇവരെ സഹായിക്കാനായിട്ട് ഒരു യൂട്യൂബേഴ്സും വന്നില്ലല്ലോ. ആ സമയത്ത് കിച്ചുവും മറ്റേ ഇതൊന്നും പറഞ്ഞ് സ്നേഹം കാണിച്ച് ആരും വന്നില്ല, വേറെ യൂട്യൂബേഴ്സൊന്നും വന്നില്ലല്ലോ. ആ സമയത്ത് നോക്കാൻ ഇവർ മാത്രമല്ല ഉണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവരുടെ സ്റ്റെപ്സ് എന്നാണ്. അവർ ഇത്രയും വർഷങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇതേപോലെ അവരുടെ ഫാമിലിയിലാകുമ്പോൾ ഇച്ചിരി ചില്ലറ പ്രശ്നം ഉണ്ടാവും. അതിന് നമ്മൾ തേർഡ് പാർട്ടിയായിട്ട് ഒരാൾ ഇതിനകത്ത് കയറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പ്രശ്നം രേണുസുധിയും ഈ ചെറുക്കനുമായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം, ഇവർ രണ്ടും തെറ്റിക്കാനുള്ളൊരു മെയിൻ റീസൺ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഷെഫീന ബീവി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി തന്നെയാണ്. പുള്ളിക്കാരി ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പ് കൊണ്ട് മാത്രമാണ് ഇവർ രണ്ടും ഇപ്പോൾ ഈ ഒരു അവസ്ഥ നിൽക്കാനുള്ള കാരണം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേംസിലായിരുന്നു, ഒരു ന്യൂട്രൽ ടേംസിലായിരുന്നു ഇവർ രണ്ടും പൊക്കോണ്ടിരുന്നത്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഷെഫീന ബീവി എന്ന് പറഞ്ഞ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്.
ഈ അച്ഛൻ ഇപ്പം എന്താ ഇങ്ങനെ പ്ലേറ്റ് മാറ്റി പറയുന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ നല്ല മെച്യൂർഡായിട്ടാണ് സംസാരിക്കുന്നത്. ആ മെച്യൂരിറ്റി പോലും ഇവർക്ക് ആർക്കും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും റീസെൻ്റ്ലി നമ്മുടെ അനുമോള് നമ്മുടെ ആദില നൂറയൊക്കെ നമ്മുടെ രേണുസുതിയെ കാണാനായിട്ട് പുള്ളിക്കാരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് അനുമോളടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആ വീഡിയോ നമുക്ക് അതൊന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഹെൽത്ത് ഒക്കെ ഇച്ചിരി മോശമാണ്. പിന്നെ ഓക്കെ ആയി റിക്കവറായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. വരും, ഉറപ്പായിട്ടും വരും. പിന്നെ ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോട്ടെ, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഡോക്ടേഴ്സ് ഒക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പൊ 34 ഉള്ളൂ. അപ്പൊ ഒരാൾ ഇപ്പൊ ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോ ഒന്നെങ്കിലും കുറച്ച് ഹെൽത്തി ആയിരിക്കണം, വെയിറ്റെങ്കിലും വേണം. ഒട്ടും ഹെൽത്തി അല്ല പുള്ളിക്കാരി. കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു പഴയതുപോലെ വേണം, പഴയതുപോലെ ഇറങ്ങണ്ടേ, അഭിനയിക്കണ്ടേ, ആകർഷണം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീഡിയോസ് ഒന്നും ചെയ്യേണ്ടത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ വീഡിയോസ് ഒന്നും ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരിക്ക് എവിടുന്ന പൈസ കിട്ടുന്നത്? ആരെങ്കിലും സഹായിക്കാനുണ്ടോ? ആരുമില്ല. അത് പുള്ളിക്കാരിയുടെ ഒരു ജീവിതമാർഗ്ഗം പുള്ളിക്കാരി തന്നെ കണ്ടുവച്ചു. പുള്ളിക്കാരിക്ക് നല്ല രീതിയിലൊരു ഇൻകം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് പൈസ കിട്ടണമെങ്കിൽ പുള്ളിക്കാരിക്ക് ഇതേപോലെ ചെറിയ ചെറിയ റീൽസ് ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരി കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് പുള്ളിക്കാരി കുറ്റം പറയാൻ പറ്റത്തില്ല. എന്തായാലും അച്ഛൻ്റെ ബാക്കി വീഡിയോ നമുക്കൊന്ന് കാണാം. അവരെ വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കയ്യിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണ്ട. യെസ്, ഈ അച്ഛൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇവൻ ഇപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഇവൻ അത്യാവശ്യം വീഡിയോസും പ്രൊമോഷനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് കുറച്ചും കൂടെ വളർന്ന് വരട്ടെ, നല്ല രീതിയിൽ വലിയൊരു ഇൻഫ്ലുവൻസറായിട്ട് വരട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതമാർഗ്ഗം ഇന്ന് നിലവിലുണ്ട്. ഇവനിപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞ ആൾ പൈസ കൊടുത്തില്ലെന്ന് വെച്ചാൽ പിന്നെ പൈസ കിട്ടാതിരിക്കാനുള്ള ഇതില്ല. ഇപ്പോൾ ഇവന് നിലവിലൊരു സോഴ്സ് ഓഫ് ഇൻകം ഇവൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അവൻ ആ ഒരു രീതിയിൽ അവൻ സെറ്റിൽഡ് ആണ് ഇപ്പോൾ. എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കൂടെ ഒരു തീരുമാനം അതാണ്, നിയമ നടപടികളുമായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല കാര്യം. അതായത് ഒരു രോഗം വന്നിരിക്കുന്ന സമയത്തല്ല നെഗറ്റീവ് ആക്കാൻ നോക്കുന്നത്. അതിപ്പോൾ എന്തെങ്കിലും ഞാൻ ഈ ഒരു കാര്യത്തിൽ ഫുൾ അച്ഛനെ സപ്പോർട്ട് ചെയ്തത്. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അച്ഛനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രേണുസുതിനെ എതിർത്ത് സംസാരിച്ച, രേണുസുതിക്ക് അഗേൻസ്റ്റ് കേസൊക്കെ പോയത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് രേണുസുതി റീസെൻ്റ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരിക്കലും എന്താ പറയുക, ഈ രോഗം വന്ന ഒരു മനുഷ്യനും എന്താ പറയുക രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലല്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ക് ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക് രോഗം നിങ്ങൾ ആ സാധനം കണ്ടല്ലോ. അത് ഇതേപോലത്തെ സാധനം ഇട്ടിട്ടാണ് ഫേമസ് ആവാനായിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഇല്ലാത്തൊരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു രേണുസുതി ഫാനോ കാര്യങ്ങളോ ഒന്നുമല്ല. പുള്ളിക്കാരി, ഞാൻ എപ്പോഴും ഈ പുള്ളിക്കാരെ കുറിച്ച് കുറേ പേര് ഇങ്ങനെ നെഗറ്റീവ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, അതായത് ഇവരുടെ രീതിയിൽ അങ്ങ് ജീവിക്കാൻ വിട്ടൂടെ? അതായത് ഇവർ അച്ഛനെതിരെ സംസാരിച്ച സമയത്ത് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊരു തെറ്റായ കാര്യമാണ്. അതേസമയത്ത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങി. അതിലിപ്പോൾ എന്താ തെറ്റ്? അതായത് അവരുടെ ഇഷ്ടപ്രകാരം അവർ ഇടുന്ന വീഡിയോസ്, അവരുടെ ശരീരത്ത് അവർ പല ഫോട്ടോസും കാണിച്ചിടുന്ന വീഡിയോസ് ഇപ്പം എന്നാ തെറ്റ്? പിന്നെ കുറേ പേര് പറഞ്ഞുണ്ട് ഇവർ ഭർത്താവിൻ്റെ പേരും പറഞ്ഞാണ്, ഈ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ പേരിൽ ആ ഒരു ലേബലിലാണ് ഇവർ അറിയപ്പെടുന്നത്. അതായിക്കോട്ടെ, അത് അവരുടെ ഭർത്താവല്ലേ. അവർ കല്യാണം കഴിച്ച അവരുടെ സ്വന്തം ഭർത്താവല്ലേ, വേറെ ആരുടെയും ഭർത്താവല്ലല്ലോ. അപ്പോൾ ഈ അവർക്കില്ലാത്ത വിഷമം എന്തിനാ ബാക്കിയുള്ളവർക്കെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്ത.
കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോവുകയും അതുപോലെ കിടപ്പായിരിക്കും. കിടന്നുകൊണ്ട് ആ സമയത്തെടുത്ത വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയല്ലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം എൻ്റെ വരുമാന മാർഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ്. ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളു. അപ്പം എൻ്റെ ഈ രോഗത്തിൻ്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ കേട്ടല്ലോ, പുള്ളിക്കാരി ഇപ്പോൾ നോർമലി ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ നിലവിൽ പുള്ളിക്കാരി നിലവിലൊരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. അതായത് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരിക്ക് ചെറിയ ചെറിയ റീൽസ് ഒക്കെ ഇട്ട് അപ്ലോഡ് ചെയ്യാൻ ഇതൊക്കെ പറ്റുള്ളൂ. യൂട്യൂബിൽ നിന്ന് മാത്രമേ ഇൻകം കിട്ടത്തുള്ളൂ. അതിനും സമ്മതിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യാനാ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പുള്ളിക്കാരി എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് വേണമെങ്കിൽ ചെയ്തോട്ടെ, അതിൽ യാതൊരു ബോധം, അതായത് അവർക്ക് അവരുടെ രീതിയിൽ അവർ ജീവിക്കാൻ സമ്മതിക്കും. അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് ഇങ്ങനെ ഉപദേശിക്കാനും അതായത് കുറേ പേര് വരുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്നും ഇവരാരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തുണ്ടോ? ഇവരുടെ ആശുപത്രി ഇതേപോലെ ഒരു കിടപ്പ് കിടന്നു, ഓക്കെ, ഇവരെ എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല, നല്ല വാക്ക് പറയാനായിട്ട് ഇവരെന്താ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അടുത്ത ചോദ്യം വരും. അല്ല, ഇവരുടെ മോൻ ഇതേപോലത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ആ മോനെ സഹായിക്കാനായിട്ട് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലാണ്ട് ഇവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ, അത് കണ്ടന്റ് ഉണ്ടാക്കിയാലല്ലേ ഇവർക്കും പൈസ എടുത്തുള്ളൂ, ഈ വെക്കുന്ന യൂട്യൂബേഴ്സിന് പൈസ എടുത്തുള്ളൂ. അപ്പോൾ ഇവരെ കൊണ്ട് മാക്സിമം അത് ചെയ്യിപ്പിക്കുന്നത് എനിക്കൊരു തെറ്റായ കാര്യം തന്നെയായിട്ട് തോന്നി. ഈ ഒരു കാര്യത്തിൽ രേണുസുധീനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക.